മുദ്രാവാക്യം വിളികളോടുകൂടിയാണ് വി എസിൻ്റെ ചേതനയേറ്റ ശരീരം പുറത്തേക്ക് കൊണ്ടുവരുന്നത്. പി എസ് അച്യുതാനന്ദൻ എന്ന വിപ്ലവ സൂര്യൻ മറഞ്ഞിരിക്കുന്നു. കേരളത്തിൻ്റെ കാവലാൾ മറഞ്ഞിരിക്കുന്നു. വി എസ് അച്യുതാനന്ദന് അവസാനമായി അദ്ദേഹത്തെ കാണാൻ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ തടിച്ചുകൂടിയ വലിയ ജനസഞ്ചയത്തിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. വളരെയധികം ആളുകൾ തിങ്ങിക്കൂടിയ ഇടം എന്നതുകൊണ്ട് തന്നെ ദൃശ്യങ്ങൾ ചിലപ്പോൾ അല്പം വ്യക്തതക്കുറവ് ദൃശ്യങ്ങളിൽ നമുക്ക് അനുഭവപ്പെടാം. കാരണം ആളുകളുടെ വലിയ തിക്കും തിരക്കും ആ പ്രദേശങ്ങളിലുണ്ട്. നമുക്ക് കാണാൻ കഴിയുന്നത് AKG സെൻറ്ററിലേക്ക് വി എസിൻ്റെ മൃതശരീരം പുറത്തേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ആ ദൃശ്യങ്ങളാണ്. വി എസിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ, വി എസിന് ആദരാഞ്ജലി അർപ്പിക്കാൻ, വി എസിന് മുദ്രാവാക്യം വിളികളോടുകൂടി അവസാനത്തെ യാത്രയയപ്പ് നൽകാൻ തടിച്ചുകൂടി നിൽക്കുന്ന പാർട്ടി പ്രവർത്തകരും അല്ലാത്തവരുമായ ആയിരക്കണക്കിന് ആളുകളുടെ സാന്നിധ്യം നമുക്ക് AKG സെൻറ്ററിൻ്റെ പരിസരത്ത് കാണാൻ കഴിയും. തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, CPM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബി തുടങ്ങിയവരെ നമുക്ക് മൃതശരീരം ഏറ്റുവാങ്ങുന്ന ഇടത്ത് കാണാൻ കഴിയും. വി എസ് അച്യുതാനന്ദൻ ഓർമ്മയാവുകയാണ്. 101 വയസ്സിൽ വി എസ് വിടവാങ്ങുമ്പോൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ എല്ലാ കാലത്തും ഓർമ്മിക്കാനുള്ള വലിയ സംഭാവനകൾ നൽകിയാണ് വി എസ് വിടവാങ്ങുന്നത്. വി എസ് അച്യുതാനന്ദനെ കേരളത്തിൻ്റെ ഭാവി തലമുറ ഓർക്കാൻ പോകുന്നത് വി എസ് നടത്തിയിട്ടുള്ള സമര പോരാട്ടങ്ങളുടെ തീക്ഷ്ണതയിലായിരിക്കും. വി എസ് ഉയർത്തിപ്പിടിച്ച നിലപാടുകളുടെ പേരിലായിരിക്കും. കമ്മ്യൂണിസ്റ്റ് ആശയ അടിത്തറയിൽ വെള്ളം ചേർക്കാതെ വി എസ് അച്യുതാനന്ദൻ പാർട്ടിക്കകത്തും പുറത്തും നടത്തിയ പോരാട്ടങ്ങളുടെ പേരിലായിരിക്കും. പാർട്ടി രൂപീകരിച്ച സ്ഥാപക നേതാക്കളിൽ അവസാനത്തെ ആളും അങ്ങനെ കാലത്തിൻ്റെ തിരശ്ശീലയ്ക്ക് പിന്നിലേക്ക് മറയുകയാണ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ച, കേരളത്തിൻ്റെ സാമൂഹിക ജീവിതത്തിൽ ഉണ്ടായിരുന്ന കടുത്ത ഉച്ചനീചത്വങ്ങളെയും ജാതി വ്യവസ്ഥകളുടെയും സങ്കീർണതകളെ ചോദ്യം ചെയ്തുകൊണ്ടും അതിനെ മറികടന്നുമായിരുന്നു. ആ ഘട്ടത്തിൽ പി കൃഷ്ണപിള്ളയുടെ സ്വാധീനത്താൽ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിലേക്ക് ആകൃഷ്ടനായി വി എസ് അച്യുതാനന്ദൻ പാർട്ടിയുടെ ഭാഗമാകുന്നത് ഏറ്റവും ചെറിയ പ്രായത്തിലാണ്. സംഘടനാ തലത്തിൽ വി എസിൻ്റെ വളർച്ച അതിവേഗമായിരുന്നു.